നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഫിസിയോതെറാപ്പിയിലൂടെ ജീവിതം തിരിച്ചുപിടിച്ചവരുടെ അതിജീവനത്തിന്റെ കഥ പറയാൻ തൊട്ടടുത്ത ശിവകാമി ക്ഷേത്രോത്സവത്തിൽ സ്റ്റോളൊരുക്കി ആൽഫ കുട്ടനാട് സെന്റർ. ജീവിതത്തിന്റെ പാതിവഴിയിൽ രോഗങ്ങളും അപകടങ്ങളും മൂലം തൊഴിലും വരുമാനവും നഷ്ടമായവർ ശരീരത്തിന്റെ പരിമിതമായ കഴിവും ശേഷിയും ഉപയോഗിച്ച് നിർമ്മിച്ച വിവിധ പ്രകൃതി സൗഹൃദ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും വിൽപ്പനയുമാണ് സ്റ്റോളിലൂടെ ഉദ്ദേശിക്കുന്നത്. ആൽഫയിൽ സേവനത്തിനെത്തുന്നവരെ ഉൾപ്പെടുത്തി ഉണ്ടാക്കിയ ക്രാഫ്റ്റ് വിത്ത് കറേജ് സഹായ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ നിർമ്മിച്ച വസ്തുക്കളാണ് സ്റ്റാളിൽ അണിനിരത്തിയിട്ടുള്ളത്. സ്റ്റാളിന്റെ ഉദ്ഘാടനം രാജീവ് മണിക്കുട്ടൻ നമ്പൂതിരി നിർവഹിച്ചു. വാർഡ് മെമ്പർമാരായ രമേഷ് കുമാർ, അജിത് പിഷാരത് എന്നിവർ ആശംസകൾ അർപ്പിച്ചു. കുട്ടനാട് സെന്റർ സെക്രട്ടറി MG കൊച്ചുമോനും മറ്റു ഭാരവാഹികളും സ്റ്റാഫും സന്നിഹിതരായിരുന്നു. ആൽഫ ഹോസ്പീസിന്റെ നിർമ്മാണത്തിനായുള്ള വാൾ ഓഫ് ഹോപ്പ് ബ്രിക്ക് സ്പോൺസർഷിപ്പ് ക്യാമ്പയിന് പിന്തുണയുമായി ആൽഫയുടെ തുടക്കം മുതൽ പിന്തുണയ്ക്കുന്ന പുതിയകാവ് മുളമ്പറമ്പിൽ സൈഫുദ്ദീന്റെ കുടുംബം മുന്നോട്ട് വന്നു. 50 ബ്രിക്കുകളാണ് ആദ്യഘട്ടമായി മകൻ തൻസീൽ സൈഫുദ്ദീൻ നൽകിയത്. പെരിഞ്ഞനം സ്വദേശി കൊച്ചിപ്പറമ്പത്ത് ബാബുരാജ് 25 ബ്രിക്സ്, തൃശൂർ എബനൈസർ പ്രിന്റ് പാക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് 3 ബ്രിക്സ്, തൃപ്രയാർ അർച്ചന സിൽക്സ് 2 ബ്രിക്സ്, ചന്ദ്രപിന്നി പാമ്പൂരി ജോബി 1 ബ്രിക്ക്, വലപ്പാട് കരുവാത്തിൽ ഷപ്ന 5 ബ്രിക്ക്, വലപ്പാട് കരിയാറ്റിൽ ജോസ് 3 ബ്രിക്ക്, മെഡ്കാസിൽ ഫാർമ 10 ബ്രിക്ക് എന്നിങ്ങനെ സ്ഥാപനങ്ങളും വ്യക്തികളും പിന്തുണയുമായി എത്തി. എല്ലാവർക്കും ആൽഫ കുടുംബത്തിന്റെ നന്ദി. ആൽഫ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സോഫ്റ്റ്വെയറിന്റെ പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിനായി സെന്ററുകളിൽ അക്കൗണ്ട്സ് കൈകാര്യം ചെയ്യുന്ന സ്റ്റാഫുകളെയും ബന്ധപ്പെട്ട ഭാരവാഹികളെയും ഉൾപ്പെടുത്തി വാട്സ്ആപ്പ് ഗ്രൂപ്പ് നിലവിൽ വന്നു. സെന്ററുകളിലെ അക്കൗണ്ട് സോഫ്റ്റ്വെയറിലൂടെ നിർവഹിക്കുന്നതിനായുള്ള പ്രശ്നങ്ങൾക്ക് അപ്പോൾ പരിഹാരം കാണാൻ ഉദ്ദേശിച്ചാണ് ഗ്രൂപ്പിന് രൂപം നൽകിയത്. ഗ്രൂപ്പിൽ ആരെയെല്ലാം ഉൾപ്പെടുത്തണമെന്ന് അതത് സെന്ററുകൾ നിർദ്ദേശിക്കണമെന്ന് കമ്മ്യൂണിറ്റി ഡയറക്ടർ ആവശ്യപ്പെട്ടു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.